എങ്ങനെയുണ്ട് മന്ത്രിയായിട്ടുള്ള ദിവസം എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല. ഇന്നലത്തെ ഒരു ദിവസം കുറച്ച് തിരക്കായിരുന്നു. ആദ്യം സത്യപ്രതിജ്ഞ, അത് കഴിഞ്ഞിട്ട് പിന്നെ മണ്ഡലത്തിൽ നിന്നും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള സുഹൃത്തുക്കളും ആളുകളും എല്ലാവരും വന്ന് അവരോടെല്ലാം സംസാരിച്ചു. പിന്നെ സെക്രട്ടേറിയറ്റ് അനക്സ് 2-ലാണ് ഇപ്പോൾ ഒരു ഓഫീസ് ഉള്ളത്. അപ്പോൾ നേരെ അതൊന്ന് പോയി അസ്യൂം ചെയ്തു. അല്ല, ഓഫീസ് ആയി, വകുപ്പുകൾ ഏതൊക്കെ എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞോ? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് വിജ്ഞാപനം ഇന്നിറങ്ങിയുള്ളൂ. അല്ല, ഇന്നാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. എന്നാണ് തിരിച്ച് വീട്ടിലേക്ക് എന്താണ്? ഞാൻ ഇപ്പം നാളെ ക്യാബിനറ്റ് ഉണ്ട്. അപ്പോൾ ക്യാബിനറ്റിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം കായംകുളത്തേക്ക് പോകണമെന്നാണ് ആലോചിച്ചിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് ഇതൊരു ഭരണാധികാരി എന്നുള്ള നിലയിൽ വീക്ഷണമുള്ള ആൾ കൂടിയാണ്. ഒരു വലിയ കോൺഗ്രസ് ദർശനം ഉള്ളിൽ പേർന്ന ആളാണ്. ഇതൊരു യൂത്ത് ക്യാബിനറ്റ് കൂടി വന്നിരിക്കുകയാണ് ആ നിലയ്ക്ക് നോക്കിയാൽ. അപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇനി ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ പ്രൂവ് ചെയ്യാനുള്ളത്? ഒന്ന്, ഏറ്റവും ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഞാൻ മനസ്സിൽ കരുതുന്നത് അങ്ങനെയാണ്. പിന്നെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്നത്, പ്രത്യേകിച്ച് ഒരു ഭാവി കേരളത്തെ സൃഷ്ടിക്കാൻ ആവശ്യമായ, എനിക്ക് ഏത് വകുപ്പാണോ ലഭിക്കുന്നത് അതിൽ ക്രിയാത്മകമായി ഇടപെട്ട് ഭാവി കേരളത്തിന് ആവശ്യമാണ്. അടുത്തൊരു 50 വർഷത്തെ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുള്ള കേരളത്തിന് അടിത്തറ പാകാനും ആ പാതയിലെത്തിക്കുവാനും അതോടൊപ്പം സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്താനും ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മന്ത്രിസഭയിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഞാനൊക്കെ സംസാരിച്ചിട്ടുള്ള എം ലിജു ആയിരിക്കും കേട്ടോ. ആളുകൾ ഏറ്റവും കൂടുതൽ ജയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ കൂടിയാണ് താങ്കൾ. അതൊക്കെ കേട്ടപ്പോൾ സന്തോഷം തോന്നിയിരുന്നു? തീർച്ചയായിട്ടും. ഞാൻ എല്ലാ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കളും അതോടൊപ്പം എനിക്ക് ഒരു പരിചയവുമില്ലാത്ത നിരവധി മനുഷ്യരെ എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇത്തവണ ജയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു വലിയ പ്രാർത്ഥനയും വലിയ പിന്തുണയും, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് മനുഷ്യരുടെ ഒരു പിന്തുണ, അത് വലിയ ഉത്തരവാദിത്വവും വലിയ എനിക്കെന്താണ് സ്നേഹമുള്ള കുറെ വാക്കുകൾ കേട്ടു. തീർച്ചയായും വളരെ സന്തോഷം വരുന്ന ഒന്നാണ്.